വെൽക്കം. തൈമനാണ് അനാറ്റമി ആൻഡ് ഫിസിയോളജി ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സോ ഇതിൽ ഈ വീഡിയോയിൽ നമുക്ക് പറയേണ്ടത് പുരുഷ ബീജം ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളത്. അതിനാണ് നമ്മൾ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയും. സോ നടക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ സ്ട്രക്ചറും അപ്പോൾ നമുക്ക് പറയണം. വാൾ ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് പറയാം. സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഇരിക്കുന്നത് ഇവിടെ ടെസ്റ്റിസിനകത്താണ്, സ്ക്രോട്ടത്തിനകത്തുള്ള ടെസ്റ്റിസിനകത്താണ്. ഈ പച്ച കളറിൽ കാണുന്നതാണ് ഇതിന്റെ സ്ട്രക്ചർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇതിന് നീളം കൂടുതലാണ്, 30 to 70 സെന്റിമീറ്റർ ഒക്കെ നീളമുണ്ടെങ്കിലും അതിന്റെ വണ്ണം അല്ലെങ്കിൽ തിക്നെസ് എന്ന് പറയുന്നത് വെറും 150 to 300 മൈക്രോൺസ് മാത്രമാണ്. സോ ഇവിടെയാണ് നമ്മുടെ സ്പേം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്പെർമാറ്റോജെനിസിസ് നടക്കുക. പുരുഷ ബീജം ഉണ്ടാകുന്നത് ഇവിടെയാണ്. സോ അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയണം. ഒന്ന് സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ സ്ട്രക്ചർ പറയണം. ഇതാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എങ്കിൽ ഇതിന്റെ ഇവിടം മുതൽ ഇവിടം വരെയുള്ള ലൂമൻ വരെയുള്ള ഭാഗം അതാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. സോ ഇവിടുന്ന് ഇവിടം വരെയുള്ള സ്ട്രക്ചർ. ഇവിടെയാണ് എന്തുണ്ടാവുന്നത്, സ്പേം ഉണ്ടാവുന്നത് ഇവിടെയാണ്. ഓക്കെ, സോ ഇവിടെ ഇതിനകത്തുള്ള ലൂമനകത്ത്. സോ നമ്മൾ രണ്ട് കാര്യങ്ങൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആൻഡ് സ്പെർമാറ്റോജെനിസിസ് ആണ് നമ്മൾ പറയാം. സോ വാൾ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ. സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഭിത്തിക്ക് 3 ലെയർ ഉണ്ട്. 3 ലെയേഴ്സ് ആണ് ഉള്ളത്. ഏറ്റവും പുറത്തുള്ളത് ഇതാണ്. ഏറ്റവും പുറത്തുള്ളത് ഇതിനെ നമ്മൾ ട്യൂണിക്ക ആണ് നമ്മൾ എപ്പോഴും ലെയർ എന്ന് പറയാ. ട്യൂണിക്ക പ്രോപ്രിയ എന്നാണ് പറയുക. ട്യൂണിക്ക പ്രോപ്രിയ എന്ന് പറയുന്നത് ഒരു ക്യാപ്സ്യുലാർ ലെയർ ആണ്. ക്യാപ്സ്യുലാർ ലെയർ, ക്യാപ്സ്യൂൾ പോലത്തെ ലെയർ. തൊട്ടടിയിൽ ബേസ്മെന്റ് മെംബ്രെയിൻ ആണുള്ളത്. ഇതിന്റെ അടിയിലായിട്ടുള്ളത് ഈ ലെയർ. ദിസ് ലെയർ ഈസ് എ കോംപ്ലക്സ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയൽ ലെയർ ആണ്. കോംപ്ലക്സ് സ്ട്രാറ്റിഫൈഡ് എപ്പിത്തീലിയർ ലെയർ ആണ് ഇതിന്റെ അടിയിലുള്ളത്. ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. അതിൽ ഒന്നാണ് സ്പേമും അതിനകത്ത് വരും. സ്പേം ഓൾസോ ഈസ് പ്രസന്റ്. ഏറ്റവും പുറമേയുള്ള ഈ ക്യാപ്സുലാർ ലെയർ എന്ന് പറഞ്ഞ ട്യൂണിക്ക പ്രോപ്രിയയിലാണ് ബ്ലഡ് വെസൽ വരുന്നത്. സോ ഇത് ബ്ലഡ് വെസൽ ആണ്. ബ്ലഡ് വെസൽ ഇവിടെയാണ് വരുന്നത്. ദെൻ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സെൽസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് പച്ച കളറിൽ ഞാൻ വരച്ചിരിക്കുന്നത്. സോ ദി സെൽ ലെയർ ഈസ് ദ ഇന്റർസ്റ്റീഷ്യൽ സെൽസ്. ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓഫ് ലേഡിക് സെൽസ് ആണ്. സോ ഇന്റർസ്റ്റീഷ്യൽ എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ലേഡിക് സെൽസ് ആണ് ഇവിടെ ഉള്ളത്. സോ ഈ സെൽസ് ആണ് എന്ത് ഉണ്ടാക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കുന്നത് ഈ സെൽസ് ആണ്. സോ ഹോർമോണൽ ഫംഗ്ഷൻ ഓഫ് ടെസ്റ്റിസ് ഈസ് ഡൺ ബൈ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓഫ് ലേഡിക് ആണ് എന്ന് നമുക്ക് പറയാം. സോ ഇതെല്ലാം ടെസ്റ്റിസിനകത്തുള്ളതാണ്. സോ അതുകൊണ്ട് ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻ ആണ് നമ്മൾ പറഞ്ഞ ടെസ്റ്റോസ്റ്റിറോൺ. സോ ഉണ്ടാക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ട്യൂണിക്ക പ്രോപ്രിയയിലുള്ള ഇന്റർസ്റ്റീഷ്യൽ സെൽ ലെയർ ആണ്. സോ ലേഡിക് സെൽസ് പ്രിപ്പയർ ഓർ പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ. ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ബ്ലഡ് വെസൽ ഇവിടം വരെ എത്തുന്നുള്ളൂ. സോ ബ്ലഡ് ഇവിടം വരെ എത്തുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് കൂടി ഇങ്ങോട്ട് പോകണം. ഈ ലെയറിന് നമ്മൾ പറഞ്ഞത് ബേസ്മെന്റ് മെംബ്രെയിൻ ആണ്. ബേസ്മെന്റ് മെംബ്രെയിനെ പറ്റി ഇപ്പോൾ കാര്യമായിട്ടൊന്നും പറയാനില്ല. കൊളാജൻസ് ഒക്കെ ഉണ്ടാകും. ഇനി നടുവിലേക്ക് ഇങ്ങോട്ടേക്ക്. സോ നടുവിലേക്ക് സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ലൂമൻ ഭാഗത്തേക്ക്. ഇവിടെ ആദ്യ ഭാഗത്ത് ഇവിടെ നമ്മൾ കാണുന്നത് സ്പെർമാറ്റോജെനിക് സ്പേം സെൽസ് ആണ്. സ്പെർമാറ്റോജെനിക് ജേം സെൽസ് ആണ്. ജേം സെൽ. ഓക്കെ, ജേം സെൽസ് എന്നുള്ളത് ഓർത്തിരിക്കുക. സോ ഓരോ ജേം സെൽസിന്റെയും ചുറ്റുവരിഞ്ഞ് അതിന് ചുറ്റും ഓരോ ജേം സെൽസ്. ഇത് ജേം സെല്ലാണെങ്കിൽ ദാ ഇങ്ങനെ ചുറ്റുവരിഞ്ഞ് മറ്റൊരു സെൽ കൂടിയുണ്ട്. ദാ ഇങ്ങനെയാണ് പോകുന്നത്. നോക്കുക, ആ സെല്ല് നോക്കി ഇങ്ങനെ പോയി വലിയൊരു സെല്ലാണ്. ചുറ്റുവരിഞ്ഞ് പോകുന്ന ഈ സെൽസിനെയാണ് നമ്മൾ സെർട്ടോളി സെൽസ് എന്ന് വിളിക്കുക. സോ സെർട്ടോളി സെൽസ് എന്ന് പറഞ്ഞത് ഇതാണ്. സെർട്ടോളി സെൽസ് ആർ ലാർജ് ആണ്, ടോൾ ആണ്, ഇറഗുലർ കോളുംനാർ. പ്രത്യേക ഷേപ്പ് ഒന്നുമില്ല. നോക്കി ഇങ്ങനെ പോകുന്നത് തന്നെയാണ് ഷേപ്പ്. ഇറഗുലർ കോളുംനാർ ഷേപ്പ് ആണ്. വലിയ സെല്ലുകളാണ്. വിവിധ സ്പെർമാറ്റോജെനിക് സെൽസിന്റെ ചുറ്റും ഇരിക്കുന്ന സെൽസ് ആണ്. സോ ഇതിന്റെ ചുറ്റുമുണ്ട്, ഇതിന്റെ ചുറ്റും ഒക്കെ അതുണ്ട്. സോ ഈ സെൽസുകൾ തമ്മിൽ ടൈറ്റ് ജംഗ്ഷൻസ് ആണ്. സെർട്ടോളി സെൽസ് ഒന്നും ഇവിടെ ടൈറ്റ് ജംഗ്ഷൻ ആണ്. സോ ദേ പ്രൊട്ടക്ട് ദി സ്പെർമാറ്റോജെനിക് സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പണിയാണ് ഇവയ്ക്കുള്ളത്. സോ ഇതിനെയാണ് നമ്മൾ ഈ ടൈറ്റ് ജംഗ്ഷൻസിനെയാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റിസ് ബാരിയർ എന്ന് വിളിക്കുക. ബ്ലഡ് ടെസ്റ്റിസ് ബാരിയർ. സോ ബ്ലഡ് ഇവിടം വരെ എത്തുള്ളൂ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് സഹായിക്കില്ല. സോ ഇനി സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻസ് ആണ് നമുക്ക് പറയേണ്ടത്. സെർട്ടോളി സെൽസിന്റെ ഫംഗ്ഷൻ ഒന്ന് സപ്പോർട്ടാണ്. സപ്പോർട്ട് ആൻഡ് നറിഷ്. ഓക്കെ, ബ്ലഡ് ഇവിടെ എത്തുന്നില്ല. സോ ഇവർ വേണം എല്ലാം കൊടുക്കാനായിട്ട്. രണ്ട്, ഇതൊരു എൻസൈം ഉണ്ടാക്കുന്നുണ്ട്. എൻസൈമിന്റെ പേര് അരോമാറ്റേസ് എന്ന് പറയുന്ന എൻസൈമാണ്. അരോമാറ്റേസ് ആൻഡ്രോജൻസ് ഓർ ടെസ്റ്റോസ്റ്റിറോണിനെ ഈസ്ട്രോജൻ ആക്കി മാറ്റുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് അരോമാറ്റേസ് എന്ന് പറയും. സോ ടെസ്റ്റോസ്റ്റിറോണിനെ ഈസ്ട്രോജൻ ആക്കി മാറ്റുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഇസ് ആൻ ആൻഡ്രോജൻ. ഈസ്ട്രോജൻ ആക്കി മാറ്റുന്നത് അരോമാറ്റേസ് എന്ന് പറയുന്ന എൻസൈമാണ്. വളരെ ഫേമസ് ആണ്. അടുത്ത വർഷം ഇതിൽ ഇൻഹിബിറ്റ് ചെയ്യുന്ന മരുന്നുകൾ, ക്യാൻസറിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളുണ്ട്. ദെൻ ഇത് കുറെ ബൈൻഡിങ് പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നുണ്ട്. ബൈൻഡിങ് പ്രോട്ടീൻ, ഉദാഹരണം ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ എന്ന് പറയുന്ന BP4 എന്നാണ് അതിന് പറയാ. ദെൻ ഈസ്ട്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഇനി മറ്റ് ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഹിബിൻ എന്ന് പറയുന്ന ഹോർമോൺ, ഇൻഹിബിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. സോ അതിന്റെ പണി FSH സെക്രീഷൻ കുറയ്ക്കുക അല്ലെങ്കിൽ FSHന്റെ ആക്ടിവിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. ദെൻ രണ്ടാമത്തത് ഇൻഹിബിൻ കഴിഞ്ഞ പിന്നെ ആക്ടിവിൻ ആയിരിക്കും അല്ലെ. ആക്ടിവിൻ FSHനെ ആക്ടിവേറ്റ് ചെയ്യുന്ന
ചെയ്യുന്ന പണിയാണുള്ളത്. ഇനി വേറൊരു സംഭവം കൂടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പേര് MRF എന്ന് എഴുതാം. MRF ടയറൊന്നുമല്ല, മുല്ലേറിയൻ റിഗ്രഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. റിഗ്രഷൻ ഫാക്ടർ. സോ ഇത് ഉണ്ടാക്കുന്നത് ഫീറ്റൽ ടെസ്റ്റിസ് ആണ്. ഫീറ്റൽ ടെസ്റ്റിസിൽ സമയത്ത് മാത്രം ഉണ്ടാക്കുന്ന സംഭവമാണ് ദിസ് മുല്ലേറിയൻ റിഗ്രഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഫീറ്റൽ പീരീഡിൽ എപ്പോഴും ഇല്ല, വലുതായി കഴിഞ്ഞതിന്റെ ആവശ്യമില്ല. ഫീറ്റൽ പീരീഡിൽ സെക്ഷൽ ഡിഫറൻസിയേഷൻ നടക്കണം. പുരുഷനാവണോ സ്ത്രീ ആവണോ എന്ന് ആ കുഞ്ഞ് തീരുമാനിക്കുന്ന സമയം അല്ലെ. ആദ്യം നമ്മളെല്ലാവരും പെണ്ണുങ്ങളായിരുന്നു, പിന്നീടാണ് നമ്മൾ പുരുഷനോ സ്ത്രീയോ ആയിട്ട് മാത്രമായിട്ട് മാറുന്നത്. സോ അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് ദിസ് MRF എന്ന് പറയും. മെയിൽ ആണാണെങ്കിൽ MRF ആവശ്യമാണ്. പിന്നെ അടുത്ത ഗ്രൂപ്പ് ഓഫ് സെൽസ് സ്പെർമാറ്റോജെനിക് സെൽസ് ആണ്. സ്പെർമാറ്റോജെനിക് സെൽസ് എന്ന് വെച്ചാൽ സ്പേം ഉണ്ടാകുന്ന സെല്ലുകളെയാണ് നമ്മൾ സ്പെർമാറ്റോജെനിക് സെൽസ് എന്ന് പറയാം. സോ ഇതൊക്കെയാണ്. ഇത് ഒരു ലെയർ ആയിട്ടാണ് കാണുക. വാളിന്റെ ഏറ്റവും മുകളിൽ ഒരു 4 to 8 ലെയർ ആണ്, 4 to 8 ലെയേഴ്സ്. ആൻഡ് വാളിന്റെ ഏറ്റവും മുകളിലുള്ളത് ഇരിക്കുന്നത് സ്പെർമാറ്റോഗോണിയമാണ്. സോ ഇത് മെച്യൂരിറ്റി അടിസ്ഥാനത്തിലാണ് ഇരിക്കുക. സോ ഏറ്റവും ഒട്ടും മെച്യൂർ അല്ലാത്തത് ഇവിടെയും, മെച്യൂരിറ്റി ഇങ്ങനെ കൂടി കൂടി വന്ന ഏറ്റവും മെച്യൂർ ആയിട്ടുള്ള സ്പേം ആവുന്നത് ഇവിടെയാണ് ഇരിക്കുക. ആൻഡ് മുകളിലുള്ളത് ഏറ്റവും മുകളിലുള്ളത് 2N ആയിരിക്കും. താഴത്തേക്ക് വരുമ്പോഴത്തേക്കും N ആണ്. ക്രോമസോം നമ്പർ അനുസരിച്ച് ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് എന്നൊക്കെ നമ്മൾ പറയും. സോ മെച്യൂർ സ്പേമിന് N മാത്രമേ ഉള്ളൂ, ഇറ്റ് ഈസ് ഹാപ്ലോയിഡ് ആണ്. ഇമ്മച്യൂർ ആയിട്ടുള്ള സ്പെർമാറ്റോഗോണിയത്തിന് 2N ആയിരിക്കും. സോ ആദ്യം കാണുന്നത് സ്പെർമാറ്റോഗോണിയമാണ്. സോ ഇത് 2N ആണ്. ദെൻ പിന്നീട് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആകും. ദെൻ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആകുമ്പോഴത്തേക്കും ഇത് N ആയി മാറി, 2N മാറി N ആയി. ദെൻ പിന്നെയുള്ള സ്റ്റേജ് സ്പെർമാറ്റിഡ് ആണ്. സ്പെർമാറ്റിഡ് തന്നെ ഏർലി ലേറ്റ് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് തരംതിരിക്കാം. ദെൻ അവസാനം നമുക്ക് ഏറ്റവും മെച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ടെയിലും ഹെഡും ഒക്കെ ആയിട്ടുള്ള നമുക്ക് സ്പേമിനെ കിട്ടുക. സോ ഇങ്ങനെയാണ് ഈ ലെയറിൽ ഇരിക്കുക. സോ ഏറ്റവും മുകളിൽ ഇമ്മച്യൂർ, താഴത്ത് മെച്യൂർ. സോ ഇങ്ങനെ മെച്യൂരിറ്റി കൂടുന്തോറും ഇത് താഴത്തേക്ക് ഇറങ്ങി വന്നുണ്ട്. ഇവിടെ ആയിരിക്കും അപ്പൊ കണ്ടിന്യൂസ്ലി ഡിവൈഡ്, ഇവിടെയും ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവിടെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ആകുമ്പോഴത്തേക്കും മെച്യൂർ. സോ താഴത്ത് ഇവിടെ ലൂമൻ ആണ്, ലൂമനിലേക്ക് സ്പേമിനെ റിലീസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് വാൾ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇനി നമുക്ക് സ്പെർമാറ്റോജെനിസിസ് എന്താണ് എന്നാണ് പറയേണ്ടത്. സോ ദ പ്രോസസ് ആൻഡ് സ്റ്റെപ്സ് ഓഫ് സ്പെർമാറ്റോജെനിസിസ്, ഇതൊരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമുക്ക് ഡെഫിനിഷൻ പറയാം. സോ ഒരു മെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ ഒരു സ്പേം ഉണ്ടാകുന്നതിനാണ് നമ്മൾ സ്പെർമാറ്റോജെനിസിസ്. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയാം. സോ മെയിൽ ഗാമേറ്റിനെ നമ്മൾ സ്പെർമാറ്റോസോവ എന്നും വിളിക്കാറുണ്ട്. സോ സ്പെർമാറ്റോസോവ ഉണ്ടാകുന്നതാണ് സ്പെർമാറ്റോജെനിസിസ്. സോ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് സ്പെർമാറ്റോജെനിക് സെല്ലിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ജെനിക് എന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ കഴിയുന്ന, ജെനസിസ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ആ സെല്ലുകളിൽ നിന്നാണ്, സ്പെർമാറ്റോജെനിക് സെല്ലിൽ നിന്ന് ഉണ്ടാകുന്നത്. സോ എവിടെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിസിലെ സെമിനിഫറസ് ട്യൂബ്യൂൾസിലാണ്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ സ്പെർമാറ്റോജെനിക് സെൽസിനെ നമ്മൾ സ്പെർമാറ്റോഗോണിയ എന്നും വിളിക്കും. സോ ഫൈനലായിട്ട് ഉണ്ടാകുന്നതന്നെ നമ്മൾ സ്പെർമാറ്റോഗോണിയ ഓർ സ്പേം രണ്ടും, സ്പെർമാറ്റോസോ. സോ ഇതൊക്കെ വെച്ചിട്ട് ഡെഫിനിഷൻ ആക്കി കഴിഞ്ഞാൽ ഇതൊരു പ്രോസസ് ആണെന്ന് പറഞ്ഞു. സോ സ്പെർമാറ്റോജെനിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് ഉണ്ടാകുന്നത് മെയിൽ ഗാമേറ്റ് ഓർ സ്പെർമാറ്റോസോവയാണ്. സോ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റോസോവ. സോവ എന്നും കിട്ടിയില്ലെങ്കിൽ സ്പേം എന്ന് എഴുതിയാലും മതി. ഓർ അതിന് നമുക്ക് ഒന്ന് അഡ്ജക്റ്റീവ് ചേർത്താൽ മെയിൽ ഗാമേറ്റ് എന്നും നമുക്ക് പറയാം. ഓക്കെ, എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഫ്രം പ്രിമിറ്റീവ്. അതൊന്ന് ഓർത്തിരിക്കുക. പ്രിമിറ്റീവ് സ്പെർമാറ്റോജെനിക് എന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്ന സെൽസ്. ഞാൻ എൻ്റെ കൂടെ എവിടെയാണെന്നും കൂടി എഴുതിയേക്കാം. ഇൻ ദ ടെസ്റ്റിസിലാണ്. വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഓഫ് ടെസ്റ്റിസ് എന്നും കൂടി എഴുതി കഴിഞ്ഞാൽ ഓക്കെ, പക്ക. സോ ഇതാണ് ഡെഫിനിഷൻ. സോ ഇതിന് എത്ര ദിവസം എടുക്കുന്നു വെച്ചാൽ ഒരു 65 to 75 ദിവസം ആണ്, ഡേയ്സ് പിടിക്കും. സോ ഒരു സ്പേം ഫൈനലായിട്ട് ഉണ്ടാവാനായിട്ട് ഇത്രയും ദിവസമാണ് പിടിക്കുക. സോ ഈ പ്രോസസ് സ്റ്റെപ്പിനെ നമുക്ക് 4 ആക്കാം, 4 സ്റ്റെപ്സ് ആക്കാം. ആദ്യത്തേത് സ്റ്റേജ് ഓഫ് പ്രോലിഫറേഷൻ ആണ്. പ്രോലിഫറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വളരുക, വികസിക്കുക, എണ്ണത്തിൽ ഭയങ്കരമായിട്ട് കൂടുന്നതാണ് പ്രോലിഫറേഷൻ. രണ്ടാമത്തത് സ്റ്റേജ് ഓഫ് പ്രോലിഫറേഷൻ തീർന്നു, ഇനി ഗ്രോത്ത് ആണ്, ഉണ്ടായ ആൾക്കാർ വലുതാവുക എന്നുള്ളതാണ്. മൂന്നാമത്തത് സ്റ്റേജ് ഓഫ് വലുതായ ആൾക്കാർ മെച്യൂർ ചെയ്യണം, മെച്യൂറേഷൻ ആണ് അല്ലെ, അവർ പ്രായപൂർത്തിയാകുക എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ മെച്യൂർ ചെയ്യണം. 4 അത് സ്റ്റേജ് ഓഫ് ട്രാൻസ്ഫർമേഷൻ, മെച്യൂറേഷൻ നടന്നിട്ട് ട്രാൻസ്ഫർമേഷൻ ടു ഫൈനൽ, ഒരു സ്പേമിന്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആകുന്നതാണ് സ്റ്റേജ് ഓഫ് ട്രാൻസ്ഫർമേഷൻ. സോ ഇത് നമ്മൾക്ക് 4 സ്റ്റേജ് ആക്കിയിട്ടാണ് നമ്മൾ പറയുക. സോ ഇതാണ് ഹെഡിങ്. സോ ഇതിനൊക്കെ മുമ്പ്, ഇതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് പുരുഷന്റെ പ്രൈമോഡിയൽ ജേം സെൽസ് എന്ന് പറയുന്ന സംഭവം ടെസ്റ്റിസിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഞാൻ അത് വരച്ചിരിക്കുന്നത്. സോ അങ്ങനെ അത് സ്പെർമാറ്റോഗോണിയ ആകും. സോ ഇതിന് എത്ര സമയം പിടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനനം മുതൽ പ്യൂബർട്ടി ആകുന്ന 12 to 14 വർഷമാണ്. സോ അത് നമുക്കൊന്ന് പറയണമെങ്കിൽ അതിനെ നമുക്ക് പ്രൈമോഡിയൽ ജേം സെൽസ് എന്നൊരു വര ഇടുക. എവിടെ
എവിടെ വെച്ചാണ് നടക്കുന്നത്? ടെസ്റ്റിസിനകത്ത് വെച്ചിട്ടാണ് നടക്കുക. ദെൻ ബിക്കം സ്പെർമാറ്റോഗോണിയ. ടെസ്റ്റിസിനകത്തേക്ക് ഇടുന്നതിന് 12 to 14 years. സോ ഇത് നമുക്ക് ഇത്രയും കാര്യത്തിൽ നിർത്താം. സോ ഇത് ഇവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടാകുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. സോ ഇതിന്റെ കാര്യമാണ് 65 to 75 ദിവസം. ഇതിന് 12 to 14 വർഷം പിടിക്കും. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രൊലിഫറേഷൻ ആണ് സ്റ്റേജ് ഓഫ് പ്രൊലിഫറേഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് നമ്മൾ പറഞ്ഞു. സോ ഇവിടെ സൈസ് അല്ല കൂടുന്നത്, എണ്ണമാണ് കൂടുന്നത്. സോ ഇവിടെ ആദ്യമുള്ള ഏതാണ്? സ്പെർമാറ്റോസ്പേം എന്ന് എഴുതുക. ഗോണിയം സെൽസ് ആണ്. സ്പെർമാറ്റോഗോണിയം സെൽസുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെയുള്ള സ്പെർമാറ്റോഗോണിയത്തിന് 46 ക്രോമസോം ഉണ്ട് എന്ന് വെച്ചാൽ ദീസ് ആർ ഡിപ്ലോയിഡ് ഇൻ നമ്പർ. ഡിപ്ലോയിഡ് ആണ്. നമുക്കതിനെ 2n. സോ ദീസ് ആർ 2n 46 ഞാൻ എഴുതിയിട്ടുണ്ട്. സോ സ്പേമിന് 23 പാടുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ നടക്കുന്ന ഡിവിഷൻ ഈസ് മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. സോ ഡിവിഷൻ ഈസ് മൈറ്റോസിസ് ആണ് നടക്കുക. മൈറ്റോസിസിൽ ക്രോമസോം നമ്പർ മാറില്ല. ഉണ്ടാകുന്ന പുത്രന്മാർക്കും എത്ര തന്നെ ഉണ്ടാകും? 2n തന്നെ ഉണ്ടാകും. സോ ഇവിടെയും 2n, ഇവിടെയും 2n തന്നെ ആയിരിക്കും. സോ ഈ ഡിവിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദ്യം 1 2 ഇത് വീണ്ടും 2, ഇത് വീണ്ടും 2, സോ ഇത് വീണ്ടും 2. സോ ഇങ്ങനെയുള്ള ഡിവിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു 7th ജനറേഷൻ, 7ാം തലമുറ 7th ജനറേഷൻ എത്തുമ്പോഴത്തേക്കാണ് അടുത്ത സ്റ്റേജിലേക്ക് പോവുക, ഗ്രോത്ത് സ്റ്റേജിലേക്ക് പോകും. സോ സ്പെർമാറ്റോഗോണിയം ഇൻറ്റു ഇതിനെ നമ്മൾ വിളിക്കുക പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. സോ സ്പെർമാറ്റോഗോണിയം ഇൻറ്റു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആവുന്ന സ്റ്റേജ് ആണ് സ്റ്റേജ് ഓഫ് പ്രൊലിഫറേഷൻ എന്ന് പറയും. സോ ഇവിടെ ഈ സ്റ്റേജിലെത്തിയ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ, ഇത് സെമിനിഫറസ് ട്യൂബ്യൂളിന്റെ ഏറ്റവും മുകൾ ഭാഗമാണെങ്കിൽ ഇത് താഴെ ലൂമൻ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഒറ്റയ്ക്കല്ല വരിക, കൂടെ അതിന്റെ ഉള്ള സെർട്ടോളി സെൽസിനൊപ്പമാണ് വരിക. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രൊലിഫറേഷൻ. 7 തലമുറയാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അതിനെ പ്രൊലിഫറേഷൻ സ്റ്റേജ് എന്ന് പറയാ. സോ എണ്ണത്തിലാണ് വർധന. സോ ഇൻ നമ്പർ, ഇൻക്രീസ് ഇൻ നമ്പർ. ഇനി രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ പറഞ്ഞു സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആണ്. സോ സെക്കൻഡ് സ്റ്റേജ് ഈസ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത്. വളർച്ചയുടെ ഘട്ടമാണ് സ്റ്റേജ് ഓഫ്. ഇവിടെ എണ്ണം കൂടുന്നില്ല, പക്ഷെ വണ്ണം കൂടുക. ഓക്കെ, നോ എണ്ണം കൂടൽ ബട്ട് ഓൺലി വണ്ണം കൂടൽ. നോ ഡിവിഷൻ, ഓൺലി ഗ്രോത്ത്. ഗ്രോത്ത് ആണ് നടക്കുക. വലുതാവുന്നു, വലുതായിക്കൊണ്ടേയിരിക്കും. സോ ഇത് വലുതായി ഉണ്ടോ. അപ്പോഴും സംഭവം 2n തന്നെയാണ്, വലുതാണ്. സോ ഇവിടെ നമുക്ക് എഴുതാവുന്നത് പ്രൈമറി സ്പെർമാറ്റോസോയിഡ്സ് ഗ്രോ ഇൻ ടു ലാർജ് സെൽ. ഓക്കെ, അതാണ് സംഭവിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഈ ഫസ്റ്റ് സ്റ്റെപ്പിനും ഈ സെക്കൻഡ് സ്റ്റെപ്പിനും, സോ ഈ സ്റ്റെപ്പിനും കൂടി എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ ഒരു 25 ദിവസം പിടിക്കും. 25 days. നമ്മൾ പറഞ്ഞു മൊത്തം 65 to 75 ദിവസമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് 25 ദിവസം ഈ 2 സ്റ്റെപ്പിന് വേണ്ടി വരും. ഇനി സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ഓഫ് മെച്യൂറേഷൻ ആണ്. മെച്യൂറേഷൻ. സോ വളർച്ചയല്ല, വളർച്ചയിൽ നിന്ന് മെച്യൂർ ആകുകയാണ്, മെച്യൂർ ആയി തുടങ്ങുകയാണ്. സോ ഇവിടെ 2 തവണ സെൽ ഡിവൈഡ് ചെയ്യും. സോ ഇതൊരു ഡിവിഷൻ ആണ്, ഇത് വീണ്ടും രണ്ടാമത്തെ ഡിവിഷൻ. ആദ്യത്തെ ഡിവിഷൻ, ദിസ് ഡിവിഷൻ ഈസ് മിയോസിസ് ആണ്, മൈറ്റോസിസ് അല്ല, മിയോസിസ് 1. സോ ഫസ്റ്റ് ഡിവിഷൻ ഈസ് മിയോസിസ് 1 ആണ്. സോ ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് വിൽ ബിക്കം 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആയി. സോ ഉണ്ടായതിനെ നമ്മൾ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ 2 സെക്കൻഡറി, ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ്, 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ഉണ്ടാകും. സോ ഡിവിഷൻ മിയോസ് ആണ്. സോ ഇത് 46 ആയിരുന്നു, ഇത് 23 ആയി. സോ ഇതിനെ നമുക്ക് N എന്ന് വിളിക്കാം, ഹാപ്ലോയിഡ് എന്ന് വിളിക്കാം. സോ ഫസ്റ്റ് ഡിവിഷൻ മിയോസിസ് 1 കഴിയുമ്പോഴത്തേക്കും നമുക്ക് 2 ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിനെ നമുക്ക് കിട്ടും. നൗ ഈ ഉണ്ടായത്, സോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് വീണ്ടും ഒന്നുകൂടി ഡിവൈഡ് ചെയ്യുന്നു. അതിനെ നമ്മൾ വിളിക്കുക മിയോസിസ് തന്നെയാണ്, മിയോസിസ് 2. മിയോസിസ് 2 സാറിന് ഇങ്ങനെയാണ് എഴുതുക, മിയോസിസ് 2 ആകും. സോ ഇവിടെ ക്രോമസോം നമ്പർ N തന്നെയാണ്. സോ ആക്ച്വലി ഇറ്റ്സ് എ മൈറ്റോസ് ആണെങ്കിലും മിയോസിസ് 2 എന്നാണ് നമ്മൾ വിളിക്കുക. സോ ഒരു സെൽ ഇപ്പോൾ 2 ആയി. സോ ഇതും 2 ആയി, ഇതും 2 ആയി. അപ്പൊ നമുക്ക് എത്ര എണ്ണം കിട്ടി? ടോട്ടൽ വി ഗെറ്റ് 4. 4 എണ്ണം കിട്ടി. 4ന്റെ പേര് നമ്മൾ സ്പെർമാറ്റിഡ് എന്നാണ് വിളിക്കുക. സോ ഇവിടെ പേര് നമ്മൾ സ്പെർമാറ്റിഡ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. സോ ഒരെണ്ണം 2 ആയി, 2 വീണ്ടും 2 ആയി. ഇപ്പം ടോട്ടൽ 4 സ്പെർമാറ്റിഡ്സ് നമുക്ക് കിട്ടി. ആൻഡ് ഈ ഡിവിഷൻ എത്ര ദിവസം പിടിക്കുന്നു വെച്ചാൽ ഈ ഫസ്റ്റ് ഡിവിഷൻ 1 2 ആകാനായിട്ട് നമുക്ക് ഒരു 9 ദിവസം പിടിക്കും, 2 4 ആകാനായിട്ട് നമുക്ക് 19 ദിവസം പിടിക്കും, 9 19. സോ ഇവിടം വരെ വെച്ച് എല്ലാ ഡിവിഷനും കഴിഞ്ഞിരിക്കാം. എല്ലാ ഡിവിഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞു. ഇനി സ്പെർമാറ്റിഡ്സിന് ഡിവിഷൻ ഇല്ല. ഓക്കെ, സ്പെർമാറ്റിഡ്സ് നൗ മൂവ്സ് ടു 4th സ്റ്റേജ്, 4ാമത്തെ സ്റ്റേജ് ആൻഡ് ഫൈനൽ സ്റ്റേജ്. നമ്മൾ പറഞ്ഞത് സ്റ്റേജ് ഓഫ് എന്താണ് പറഞ്ഞത്? ട്രാൻസ്ഫർമേഷൻ. സോ 4ാമത്തെ സ്റ്റേജ് ഓഫ് ട്രാൻസ്ഫർമേഷൻ ആണ്. സോ ഇതിനൊരു 25
21 ദിവസം പിടിക്കും. സോ 21, 19, 9, 25 എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു 65-നും 75-നും ദിവസം നമുക്ക് കിട്ടും. സോ ഇവിടെ ഡിവിഷൻ ഇല്ല എന്ന് പറഞ്ഞ് രൂപം മാറലാണ്. നോ ഡിവിഷൻ, ഓൺലി ട്രാൻസ്ഫർമേഷൻ ആണ്, രൂപമാണ് മാറുക. സോ സ്പെർമാറ്റിഡ്സ്, ഇതാണ് സ്പെർമാറ്റിഡ്സ്. നൗ ഇവരുടെ പേര് സ്പേം എന്നാണ്. സോ സ്പെർമാറ്റിഡ് സ്പേം ആകുന്ന സ്റ്റേജ് ആണ് സ്റ്റേജ് ഓഫ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദി സ്പെർമാറ്റിഡ് സ്പേം ആകുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ സ്പെർമിയോജെനിസിസ് എന്നാണ് വിളിക്കുന്നത്. സ്പെർമിയോജെനിസിസ്. സോ സ്പെർമിയോജെനിസിസ് ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ് ഇൻടു സ്പേം. ഓക്കെ, സോ ദിസ് പ്രോസസ് ഒക്കേഴ്സ് എവിടെയാണ് നടക്കുക? ഈ സ്റ്റേജിലാണ് നടക്കുക. എവിടെയാണ് നടക്കുക? മൊത്തം നടക്കുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്താണ്. സോ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവർ എവിടെ എത്തി എന്ന് വെച്ചാൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ലൂമനിലേക്ക് എത്തി. ഇനി ലൂമനിലേക്ക് അങ്ങ് വീണാൽ മതി. സോ എന്തൊക്കെയാണ് ഈ മാറ്റം? എന്താണ് ഈ മാറ്റം ഉണ്ടായെന്ന് വെച്ചാൽ നേരത്തെ ഉരുണ്ടിരിക്കുകയായിരുന്നു, ഉരുണ്ടൊക്കെ മാറി, സെല്ല് മാറി, വാലും തലയും ഒക്കെ വന്നു. സോ ഇവിടെ ഒരു തല വന്നു, വാല് വന്നു. ന്യൂക്ലിയർ കണ്ടൻസേഷൻ ഉണ്ടായി. അത് മാത്രമൊന്നുമല്ല, ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയർ കണ്ടൻസേഷൻ, ന്യൂക്ലിയസ് ചെറുതായി, വേണ്ടാത്ത സംഭവങ്ങളൊക്കെ പുറത്ത് കളഞ്ഞു. മുൻഭാഗത്ത് ഇവിടെ ഒരു ആക്രോസോം പോലെയുള്ള ഒരു സംഭവം ഉണ്ടായി. ആക്രോസോം, ഇതൊക്കെ നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ പഠിക്കും. ആൻഡ് നടുവിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്പൈറൽ ഫിലമെന്റ് ഇങ്ങനെ വന്നിട്ട് മൈറ്റോകോൺട്രിയകൾ ഇങ്ങനെ ഇരിക്കും. അതിനാണ് നമ്മൾ സ്പൈറൽ ഫിലമെന്റ് ഉണ്ടായി. സോ ഒരു വാലുണ്ടായി അല്ലെ, സ്പേമിന് വാലുണ്ടെന്ന് നമുക്കറിയാം. വേണ്ടാത്ത സൈറ്റോപ്ലാസംസ് ഒക്കെ പുറത്തേക്ക് കളഞ്ഞു. റിമൂവൽ ഓഫ് നോൺ എസെൻഷ്യൽ സൈറ്റോപ്ലാസത്തിന്റെ വേണ്ടാത്ത സംഭവങ്ങളൊക്കെ പുറത്ത് കളഞ്ഞു. ഇപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്നതാണ് ഒരു മെച്ചുവർ ആയിട്ടുള്ള സ്പേം. സോ സ്പേമിന്റെ ഒരു ഷേപ്പ്, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. സോ ഇങ്ങനെ ഉണ്ടായ സ്പേം, പെർമിയോജെനിസിസ് വഴി ഉണ്ടായ സ്പേം ഈ ലൂമനിലേക്ക് റിലീസ് ചെയ്യണം അല്ലെ. ഈ ലൂമനിലേക്ക് റിലീസ് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ ആണ് നമ്മൾ വേറൊരു പേരാണ് വിളിക്കുക, സ്പെർമിനേഷൻ. സോ ഇവിടെ നമ്മൾ രണ്ട് സംഭവങ്ങൾ പഠിച്ചു. സ്പെർമിയോജെനിസിസ് പഠിച്ചു, സ്പെർമിനേഷൻ പഠിച്ചു. സ്പെർമിയോജെനിസിസ് സ്പേമായി മാറുന്നതിനാണ്, സ്പെർമിനേഷൻ സ്പേം റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്പെർമിനേഷൻ എന്ന് പറയും. ഇനി ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ അതിന് പല ആൾക്കാരുടെയും സഹായങ്ങൾ വേണ്ടിവരും എന്ന് നമുക്കറിയാം. പല ഹോർമോൺസ്. സോ വാട്ട് ആർ ദ ഹോർമോൺസ്? ഏതെല്ലാം ഹോർമോൺസ് ആണ് ഇതിന് സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഈസ് FSH ആണ്, 2 ടെസ്റ്റോസ്റ്റിറോൺ ആണ്, ടെസ്റ്റോസ്റ്റിറോണിന്റെ സഹായം വേണം. ദെൻ ഈസ്ട്രോജൻ വേണം, LH ഓർ ലൂട്ടിനൈസിങ് ഹോർമോൺ വേണം, ഗ്രോത്ത് ഹോർമോൺ വേണം, ഇൻഹിബിൻ വേണം. ഇൻഹിബിൻ ഉണ്ടെങ്കിൽ പിന്നെ ആക്ടിവിൻ വെറുതെ ഇരിക്കില്ല, ആക്ടിവിനും വേണം. സോ ഇത്രയും ഹോർമോൺസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ ഡെവലപ്മെന്റുകൾ എല്ലാം നടന്നത്. ഓക്കെ, സോ ഫൈനലി ഒരു സ്പെർമാറ്റോഗോണിയം നൗ ബിക്കം എ മെച്ചുവർ സ്പേം ആയി മാറി. സോ ഇതിനാണ് നമ്മൾ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയാ. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി സ്പേമിനെ കുറിച്ചിട്ടാണ് കാണേണ്ടത്. താങ്ക് യു ഫോർ വാച്ചിങ്.